വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചും പ്രധാന മാലാഖയായ മിഖായേൽ മാലാഖയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ഈ തർക്കമുണ്ടായപ്പോൾ മിഖായേൽ മാലാഖ മോശയോട് പറഞ്ഞു, ദൈവം നിന്നെ ശാസിക്കട്ടെ. നിങ്ങൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളൊരു വചനമായിരിക്കും. ഒരിക്കൽ കൂടി പറയാം. മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചും പ്രധാന മാലാഖയായ മിഖായേൽ മാലാഖയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. അപ്പോൾ മിഖായേൽ മാലാഖ എതിർത്ത് പറയുന്നതിന് പകരം ദൈവം നിന്നെ ശാസിക്കട്ടെ എന്ന് പറയുക ഉണ്ടായത്. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഈ വചനം ഒരുപാട് ആഴങ്ങളിലൂടെ പോകുന്നൊരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളൊക്കെ പലപ്പോഴും വായിച്ചിട്ടുണ്ടാവുമല്ലോ. മിഖായേൽ മാലാഖയും പിശാചും തമ്മിലൊരു തർക്കം വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മിഖായേൽ മാലാഖ ഒരിക്കൽ പോലും പിശാചിനോട് വഴക്കിടുകയോ തർക്കിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം മിഖായേൽ മാലാഖ പറയുക, ദൈവം നിന്നെ ശാസിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വചനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മിഖായേൽ മാലാഖ ഈ തർക്ക സമയത്ത് ആ വിഷയം ദൈവത്തെ ഏൽപ്പിച്ചത്? എന്തുകൊണ്ടാണ് പിശാച് മോശയുടെ ശരീരത്തെ ചൊല്ലി ഒരു അവകാശവാദവുമായിട്ട് മിഖായേൽ മാലാഖയോട് തർക്കിക്കാൻ വേണ്ടി ചെന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന സമയത്തൊരു ചിന്താ വിഷയമായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇത് നല്ലൊരു മനോഹരമായ ഒരു ഭാഗമാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ ഉള്ളൊരവസരം ഇതിലൂടെ ലഭിക്കും. നമ്മളിൽ പലരും മിഖായേൽ മാലാഖയോട് പ്രാർത്ഥിക്കുന്നവരാ. മിഖായേൽ മാലാഖയോടും മറ്റ് മാലാഖമാരോടും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. ഒരിക്കൽ വെളിപാട് പുസ്തകത്തിന്റെ അവസാന ഭാഗം ദൈവം നമുക്കായിട്ട് തന്നപ്പോൾ യോഹന്നാൻ ഈ വെളിപാടിന്റെ അവസാന സമയത്ത് തനിക്കിതെല്ലാം കാണിച്ചു തന്ന ദൈവദൂതന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചപ്പോൾ ആ ദൂതൻ യോഹന്നാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തിന് മുമ്പിൽ മാത്രമേ പ്രണമിക്കാവുള്ളൂ, ആരാധിക്കാവുള്ളൂ, പ്രാർത്ഥിക്കാവുള്ളൂ. നമ്മൾ എന്നൊക്കെ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ വായിക്കുന്ന വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാ പലതും. എന്തായാലും ആ വിഷയത്തിലേക്ക് നമുക്ക് പോകണ്ട, നമുക്ക് ഈ വചനത്തിലേക്ക് തന്നെ വരാം. എന്തുകൊണ്ടാണ് മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് ഒരു അവകാശം ഉന്നയിച്ചത്? ഈ വിഷയം നമ്മൾ പ്രാർത്ഥിക്കാനായി എടുക്കുമ്പോ പിശാചിന് ഒരുവന്റെ മേൽ അവകാശം വരുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. പിശാചിന്റെ വാക്ക് കേൾക്കുകയോ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരുവന്റെ മേലാണ് അവൻ അവകാശമുള്ളത്. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പിശാച് ചെന്നപ്പോഴും ആ പിശാചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശുവിന്റെ മേല് ഒരവകാശം പറയുക എന്നുള്ളതായിരുന്നു. ജോബിനെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നപ്പോഴും ജോബിന്റെ മേലൊരു അവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പിശാച് പരീക്ഷണമായിട്ട് ചെന്നത്. എന്നാൽ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ യേശു പിശാചിനെ ജയിച്ചപ്പോൾ യേശുവിന് മേൽ അവകാശം പറയാൻ പറ്റിയില്ല. ജോബും പിശാചിന്റെ മേൽ ജയമെടുത്തപ്പോൾ ജോബിന്റെ മേലും ഒരവകാശം പറയാൻ പറ്റിയില്ല.
എന്നാൽ കായേന്റെയും ആബേലിന്റെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവം കായനോട് ഒരു വാക്ക് പറയുന്നുണ്ട്. പാപം വാതിൽക്കൽ പതിയിരിക്കുന്നു നിന്നെ നോക്കിയിട്ട്, ഒന്നുകിൽ നീ അതിനെ കീഴടക്കണം, അല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. രണ്ട് ജീവിത കാര്യങ്ങൾ ഇതിലൂടെ ദൈവം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കാം, അല്ലെങ്കിൽ പിശാചിനോട് ചേർന്ന് ജീവിക്കാം. എപ്പോഴെങ്കിലും പിശാചിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ പിശാചിന് നമ്മളുടെ മേലൊരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റും. അവിടെ കായന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തോട് പിണങ്ങി തന്റെ സഹോദരനെ കൊല്ലുന്ന കായനോട് ദൈവം പറയുന്നുണ്ട്, നിന്റെ സഹോദരന്റെ രക്തം ആ മണ്ണിൽ നിന്ന് എന്നെ നോക്കി കരയുന്നുണ്ട്. അതിനർത്ഥം എന്ന് പറയുന്നത്, ദൈവവാക്യം നിരസിച്ച് പിശാചിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ച കായനോട് ദൈവം പറയുക, നിന്റെ മേൽ അവനൊരു അവകാശം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ മോശയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കർത്താവിന് വേണ്ടി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് നിന്ന ഒരത്ഭുത വ്യക്തിയാണ്. ദൈവം മുഖാമുഖം സംസാരിച്ച് തൻ്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് കൊണ്ടുവരുന്ന വലിയൊരു പദ്ധതി ഏൽപ്പിച്ച് ആ പദ്ധതിയിലൂടെ തന്നെ ദൈവം നടത്തി. അടയാളങ്ങളും അത്ഭുതങ്ങളുമായിട്ട് ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് നിന്ന മോശെ, ഇതുപോലെ ദൈവത്തോട് ചേർന്നവൻ, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചവൻ, തന്റെ സ്നേഹിതനെന്ന് ദൈവം പറഞ്ഞ ഒരാളെ വേറെ ഇല്ല. ആ വ്യക്തിയുടെ ശരീരത്തെ ചൊല്ലി പിശാച് അവകാശവാദവുമായിട്ട് ചെല്ലുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പലപ്പോഴും പല വചന ക്ലാസ്സുകളിലും നമ്മൾ കേട്ടിട്ടുള്ളത്, ദൈവത്തിന്റെ കൽപ്പന, അതായത് കർത്താവ് കൊടുത്ത കൽപ്പലക എറിഞ്ഞ് ഉടച്ചു, അതുകൊണ്ട് പിശാച് മോശയ്ക്ക് മേലൊരു അവകാശം ഉന്നയിച്ചു. അങ്ങനെ പല രീതിയിലുള്ള കൊച്ചു കൊച്ചു സംഭവങ്ങൾ നമ്മൾ ഇതിന് ആധാരമാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മോശയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈജിപ്തിലെ രാജ കുടുംബത്തിൽ ഫറവോന്മാരുടെ ഒപ്പം ജീവിച്ചിരുന്ന മോശ, അവിടുന്ന് മരുഭൂമിയിലേക്ക് ഓടിപ്പോരേണ്ട ഒരു കാര്യം മോശയുടെ ജീവിതത്തിൽ ഉണ്ടായി. ഒരു ദിവസം തന്റെ സഹോദരങ്ങളെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ തന്റെ സഹോദരങ്ങളുടെ മേൽ ഒരു ഈജിപ്തുകാരൻ അന്യായം പ്രവർത്തിക്കുന്നത് കണ്ട മോശ, അവിടെ ആരുമില്ല എന്ന് കണ്ട് ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ കുഴിച്ചിട്ടു. അടുത്ത ദിവസം മോശ വീണ്ടും തന്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ അവര് തമ്മിൽ കലഹിക്കുന്നത് കണ്ട മോശ അവരോട് ചോദിച്ചു, നിങ്ങൾ സഹോദരങ്ങളല്ലേ, പിന്നെ എന്തിനാ കലഹിക്കുന്നത്? ഇന്ന് ഈ ചോദ്യം ദൈവം നമ്മളോടും ചോദിക്കുന്നുണ്ട്. നമ്മൾ സഹോദരങ്ങളല്ലേ? ഈ ഒരു ദൈവത്തിൽ തന്നെയല്ലേ നമ്മൾ വിശ്വസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും? പിന്നെ എന്തുകൊണ്ടാ നമ്മൾ തമ്മി കലഹിക്കുന്നത്? അന്ന് അവര് തമ്മിൽ കലഹിക്കാനുണ്ടായിരുന്ന കാരണം അവര്
ഈജിപ്തിലുള്ള ദേവന്മാരെ ആരാധിക്കുന്നവരായി മാറിയിരുന്നു. അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചെങ്കിലും ആ ഈജിപ്തിലെ ജീവിതമാണ് അവർ പിന്തുടർന്നത്. അതുകൊണ്ട് അവർ തമ്മിൽ കലഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ദൈവത്തിന്റെ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് കലഹിക്കേണ്ടി വരത്തില്ല. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ ദൈവത്തിന്റെ പാത നമ്മൾ പിന്തുടരുന്നില്ല. കർത്താവ് പഠിപ്പിച്ചു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളും ഏറ്റവും പ്രാധാന്യമുള്ളതാണ് മനസ്സിലാക്കിയിട്ടും ഈ രണ്ട് കൽപ്പനകളിൽ നിന്നും മാറിയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. കർത്താവല്ലാതെ മറ്റൊരു ദൈവം നമുക്കില്ലെങ്കിൽ ആ ദൈവത്തിന്റെ വാക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണം. ചില സമയങ്ങളിൽ മാത്രമായാൽ പറ്റത്തില്ല. അടുത്തത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ പ്രവർത്തന മേഖലകളില്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മളോട് അടുത്ത് നിൽക്കുന്നവരെ പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതേ കാര്യം ഇവിടെ മോശ പറഞ്ഞത്, നിങ്ങൾ സഹോദരങ്ങളായിട്ട് പോലും നിങ്ങൾ എന്തിന് പരസ്പരം വഴക്ക് കൂടുന്നു? എന്നാൽ അവർ തിരുത്തുകയല്ല ചെയ്തത്, മോശയുടെ ചോദ്യം തിരിച്ചു ചോദിക്കുക ചെയ്തത്. ഇന്നലെ നീ ഈജിപ്തുകാരനെ കൊന്നതുപോലെ ഞങ്ങളെ കൊല്ലാനാണോ പ്ലാന്? നിന്നെ ആര് ഞങ്ങളുടെ മേലെ ന്യായാധിപനായിട്ട് നിയോഗിച്ചു? ആ ചോദ്യം കർത്താവ് കേട്ടു. ആ മോശയെ തന്നെ അവരെ രക്ഷിക്കാനായിട്ട് ദൈവം നിയോഗിച്ചു. ഇന്ന് നമ്മൾ ആരെ തള്ളി പറയുന്നോ അവരിലൂടെ തന്നെ നമ്മുടെ ജീവിതത്തിലെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ആര് കൊള്ളരുതാത്തവനാണെന്ന് നിങ്ങൾ പറയുന്നോ അവരെ നിങ്ങളുടെ ജീവിതത്തിലെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരും. അവരിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കും. മോശയ്ക്ക് അന്നൊരു കാര്യം മനസ്സിലായി, താൻ ചെയ്ത കൊലപാതകം എല്ലാവരും അറിഞ്ഞു. മോശ അവിടുന്ന് മരുഭൂമിയിലെ കൂടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിശാച് എന്തുകൊണ്ട് മോശയുടെ മേൽ അവകാശം പറഞ്ഞു ചെന്നു എന്ന് ചോദിക്കുമ്പോ, അന്ന് ചെയ്ത ഈ കൊലപാതകം അത് പിശാചിന്റെ ഇഷ്ടത്തിനനുസരിച്ച, ആ പിശാചിന്റെ തന്ത്രത്തിനനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് ദൈവഹിതമല്ല ഒരുത്തനെ കൊല്ലുക എന്നുള്ളത്. അത് പിശാചിന്റെ തന്ത്രമായിരുന്നു. അത് ചെയ്തതുകൊണ്ട് മോശയുടെ മേൽ പിശാചിന് അവകാശമുണ്ടായി. അതുകൊണ്ടാ മിഖായേൽ മാലാഖയുടെ അടുത്ത് ചെന്ന് മോശയുടെ ശരീരത്തിന്മേൽ അവകാശം പറഞ്ഞത്. നമുക്കിത് ഗ്രഹിക്കാൻ ഇച്ചിരി വിഷമം തോന്നുന്നു. കാരണം അതിനുശേഷം ദൈവം മോശയെ വലിയ അത്ഭുത കാര്യങ്ങൾക്കായിട്ട് നിയോഗിച്ചു. ദൈവം മോശയോട് സംസാരിച്ചു. മോശയുടെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് കൂടെ നിന്നു. മോശയിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ട് ഈ വിഷയം മോശയുടെ ശരീരത്തിൽ നിന്ന് പോയില്ല? ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൊരു പാഠവാ. നമ്മൾ വിചാരിക്കും ചെയ്തു പോയ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു. ഒരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴോ, ഒരു കൊച്ചു കുമ്പസാരം നടത്തുമ്പോഴോ, കർത്താവേ എനിക്ക് തെറ്റുപറ്റിയെന്ന് ഒരു കൊച്ചു വാക്കിലൂടെ പറയുമ്പോഴോ ഇത് മാറിയെന്ന് പലപ്പോഴും നമ്മൾ ധരിച്ചു നടക്കുകയാ. അങ്ങനെയെങ്കിൽ മോശയുടെ ജീവിതത്തിൽ മോശയുടെ ശരീരത്തെ ചൊല്ലി ഒരു അവകാശവുമായിട്ട് പിശാച് ചെല്ലത്തില്ലായിരുന്നു. വളരെ ആഴത്തിലുള്ള കാര്യമാണ്.
ഈ ലോക ജീവിതത്തില് വളരെ ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ ചൊല്ലി അവകാശം പറയുന്ന പിശാചിനെ നമുക്ക് കാണാൻ പറ്റും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരമ്മ മരണത്തിന്റെ അന്ത്യദിനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, മരണത്തിന്റെ 4 ദിവസങ്ങൾക്ക് മുമ്പ് ആ അമ്മയുടെ റൂമിലേക്ക് കറുത്തൊരു രൂപം വന്നു. 2 ദിവസം ആ രൂപം അവിടെ നിന്നു. അപ്പൊ അമ്മ പറഞ്ഞു, എന്നെ പേടിപ്പിക്കുന്ന ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, എനിക്കത് വേണ്ട, അതെന്റെ ജീവിതത്തിൽ വേണ്ട. 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും ഒക്കെ വന്ന് വിളിച്ചു പറഞ്ഞു, വാ പോയേക്കാം. 4-ാം ദിവസം ആയപ്പോൾ മാലാഖ വന്നു, അമ്മേനെ കൊണ്ടുപോയി. എന്തുകൊണ്ടാ ഈ അമ്മയുടെ മരണസമയത്ത് അവിടെ ഒരു കറുത്ത രൂപത്തെ കാണാൻ പറ്റിയത്? അവകാശം പറഞ്ഞ് പിശാച് അവിടെ വരികയാണല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മൾ ഓർത്തോണം. അവസാന ദിനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് എതിരെ അവകാശമായിട്ട് പിശാച് വരാതിരിക്കണമെങ്കിൽ ഇന്നിപ്പോൾ തന്നെ യേശുവിലേക്ക് ഒന്ന് കണ്ണുകൾ ഉയർത്തി നോക്കണം. യേശുവിനോട് ആത്മാർത്ഥതയോടെ ഹൃദയം തുറന്ന് പറയണം, എനിക്ക് തെറ്റിപ്പോയി കർത്താവേ, എനിക്ക് വേണ്ടി മരിച്ച് യേശുവിന്റെ അത്ഭുത ഇടപെടൽ എന്റെ ജീവിതത്തിൽ വരണം, എന്നെ സ്വർഗരാജ്യത്തിന് അർഹനാക്കണം. ഹൃദയം നൊന്തുള്ള യഥാർത്ഥ അനുതാപം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ യേശു നിന്നോട് പറയും, പാവനി ആ സ്ത്രീയോട് പറഞ്ഞതുപോലെ, ഞാൻ നിന്റെ പാപമെല്ലാം മോചിപ്പിച്ചിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു, ഇനിമേലിൽ നീ പാപം ചെയ്യാതിരുന്നാൽ മതി. ഇങ്ങനൊരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റിയെങ്കിൽ അവകാശവുമായിട്ട് പിശാച് നമ്മളെ ചൊല്ലി പോകത്തില്ല. അല്ലെങ്കിൽ മിഖായേൽ മാലാഖയ്ക്കൊന്നും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. ദൈവം അവിടെ പിശാചിനോട് നമുക്ക് മേൽ പിശാചിന്റെ അവകാശത്തെ മാറ്റി ദൈവത്തിന്റെ അവകാശം സ്ഥാപിക്കാൻ ദൈവം മനസ്സായെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും തീഷ്ണതയോടെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ച മോശയുടെ ജീവിതത്തിൽ നടന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉറപ്പായിട്ട് നടക്കും. ഇത് മനസ്സിലാക്കി തിരിച്ച് ദൈവസന്നിധിയിലേക്ക് വരണം. അപ്പോൾ മോശയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മോശയ്ക്ക് മാനസാന്തരത്തിന് അല്ലെങ്കിൽ ഈ തെറ്റേറ്റ് പറയുന്ന ഒരു അവസരം ഉണ്ടായില്ലേ? കർത്താവ് ഈ ഭൂമിയിലെ ജീവിതത്തില് മോശയ്ക്ക് ഈ പാപത്തിൽ നിന്നൊരു വിടുതലിന് കൊടുക്കാൻ ദൈവത്തിന് ഒരു അവസരം ദൈവം കൊടുത്തില്ലേ? അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ലേ? മരുഭൂമിയില് മോശ ആട് മേയിച്ച് നടന്നപ്പോൾ ഹോറബിൽ എത്തിച്ചേർന്ന് അവിടെ വെച്ചിട്ട് മോശ നോക്കുമ്പോൾ ഒരു അത്ഭുത കാര്യം കാണുന്നു. മുൾച്ചെടികൾക്കിടയിൽ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുൾച്ചെടികൾ കരിഞ്ഞു പോകുന്നില്ല, പക്ഷെ തീ അവിടെ കത്തുന്നുണ്ട്. ഇത് കാണാൻ വേണ്ടി അടുത്തോട്ട് ചെന്ന മോശയോട് ദൈവത്തിന്റെ ഒരു സ്വരം, ഞാൻ ദൈവമാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, നിന്റെ ചെരുപ്പ് അഴിക്കുക. എന്താണ് യഥാർത്ഥത്തിൽ ദൈവം മോശയോട് പറഞ്ഞത്? ഒന്നാമത്തെ വിഷൻ മോശ കാണുന്നത് തീ കത്തുന്ന മുൾപടർപ്പിനുള്ളിൽ, പക്ഷെ മുള്ള് കത്തിപ്പോകുന്നില്ല. ദൈവം എന്താ മോശയോട് പറയുന്നത്? എന്താണ് ആ വിഷന്റെ അർത്ഥം? മോശയോട് കർത്താവ് പറയുകയാ, അഗ്നി നിന്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, ദൈവിക ഇടപെടൽ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്, പക്ഷേ കത്താത്ത ഒരു മുള്ള് ഇന്നും നിന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ മുള്ള് നീ ഈജിപ്തിൽ നിന്ന് ഒരുവനെ കൊന്നു എന്നുള്ളതാണ്. ഏത് അഗ്നി വന്നാലും, എത്ര വലിയ അഗ്നി വന്നാലും ആ മുള്ള് കത്തത്തില്ല. കത്തണമെങ്കിൽ മോശ ദൈവത്തോട് പറയണം, കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി, കർത്താവ് അതിന്മേൽ
അത്ഭുത ഇടപെടൽ നടത്തി ആ തെറ്റിൽ നിന്നൊരു മോചനം തരണം. എന്നാൽ ഈ കാഴ്ച കണ്ട മോശ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. എന്തിനീ കാഴ്ച ദൈവം എന്നെ കാണിച്ചു എന്ന് മോശ ഗ്രഹിക്കാൻ പറ്റിയില്ല. ഒരു തീയും മുള്ളിനെ ചാമ്പലാക്കാതിരിക്കത്തില്ല. പക്ഷേ ഈ മുള്ളിനെ ചാമ്പലാക്കണമെങ്കിൽ തൻ്റെ തെറ്റ് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ മാത്രമേ ആ തീക്ക് മുള്ളിനെ ചാമ്പലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മോശ വിചാരിച്ചു, മുമ്പോട്ടുള്ള എൻ്റെ ജീവിതത്തെയാണ് ദൈവം കാണിക്കുന്നത്. ഇനിയുള്ള ഈ വലിയ ഒരു ദൈവിക ഇടപെടലിനെയാണ് ഇവിടെ കാണിക്കുന്നത്. മോശ വിചാരിച്ചു, വലിയൊരു ദൗത്യമാണ് ദൈവം മോശയെ ഏൽപ്പിച്ചത്. ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരുന്നു. ധാരാളം മുള്ളുകൾക്കിടയിലൂടെ നടന്നു പോകണം. അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കുന്നത്, ഈ മുള്ളുകൾക്കിടയിലൂടെ നീ കടന്നു പോകുമ്പോൾ ഒരഗ്നിയായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നാണ് മോശ ധരിച്ചത്. യഥാർത്ഥത്തിൽ ദൈവം കാണിച്ച വിഷൻ, നിന്റെ ജീവിതത്തിലെ മുള്ളിനെ കരിക്കണമെങ്കിൽ നീ അത് ദൈവസന്നിധിയിൽ ഏറ്റു പറയണമെന്നായിരുന്നു. നമ്മളും പലപ്പോഴും പല രീതിയിലുള്ള വിഷൻസ് കാണുന്നവരാ. എന്തിനാണ് ദൈവം നമ്മളെ വിഷൻ കാണിക്കുന്നത്? നമ്മളെ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാ. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല ദൈവം വിഷൻ കാണിക്കുന്നത്. നമ്മൾ കാണുന്ന വിഷൻ എല്ലാം നമ്മുടെ ഭൗതിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഒരിക്കലും ഭൗതിക ജീവിതത്തെ കുറിച്ചിട്ടല്ല. നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുചെല്ലുന്നതിന് വേണ്ടിയിട്ടുവാ. മോശയ്ക്ക് മനസ്സിലായില്ല എന്താണ് ഈ വിഷന്റെ അർത്ഥമെന്ന്. വീണ്ടും ദൈവം മോശയോട് പറയുക, നീ അടുത്തു വരരുത്, കാരണം നിനക്കെന്റെ അടുത്ത് വരാൻ ഉള്ള യോഗ്യതയില്ല. കാരണം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. വിശുദ്ധ സ്ഥലത്തേക്ക് അശുദ്ധിയുള്ള ഒരാൾക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരവസരം കൂടി നിനക്ക് തരികയാ. മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്ന് നിന്റെ തെറ്റിനെ ഏറ്റു പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിന്നെ അതിൽ നിന്ന് മോചിപ്പിക്കാം. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാ, നിന്റെ ചെരുപ്പ് അഴിക്കണം. ഇത് കേട്ടപാട് മോശയിട്ടിരുന്ന ചെരുപ്പ് അഴിച്ചു. കാരണം മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ചെരുപ്പില്ലാതെ നടക്കാൻ ഭയങ്കര പ്രയാസമാ. നല്ല ചൂട് കാലിലടിക്കുമ്പോൾ ഒരു ചെരുപ്പ് വേണം. മോശ പെട്ടെന്നിട്ടിരുന്ന ചെരുപ്പ് അഴിച്ചു. കാരണം നിൽക്കുന്ന സ്ഥലം വിശുദ്ധമെന്ന് ദൈവം പറഞ്ഞല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം പറഞ്ഞത്, മോശയോട് പറഞ്ഞത്, നീ ഇട്ടിരിക്കുന്ന ചെരുപ്പ് അഴിക്കാനല്ല പറഞ്ഞത്. നിന്റെ ജീവിതത്തിൽ അഴിയാത്തൊരു ചെരുപ്പ് ഇന്നും നിന്റെ കൂടെ നടക്കുന്നുണ്ട്. ആ ചെരുപ്പിനെ അഴിക്കാൻ വേണ്ടിയിട്ടാ. ആ തെറ്റിനെ, ഈജിപ്തിൽ സംഭവിച്ച ആ തെറ്റിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഒന്ന് ഏറ്റു പറയാനുള്ള ഒരു അവസരം ദൈവം അടുത്തൊരു കാര്യത്തിലൂടെ കൊടുത്തു. പക്ഷെ മോശയ്ക്ക് അത് മനസ്സിലായില്ല. മോശ പെട്ടെന്ന് ഗ്രഹിച്ചത് ധരിച്ചിരിക്കുന്ന ചെരുപ്പ് അഴിക്കാൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇട്ടിരുന്ന ചെരുപ്പ് അഴിച്ചിട്ട് അവിടെ നിന്നു. നമ്മളും ഇതുപോലെ ചെയ്യുന്നവരാ. കർത്താവ് നമ്മളോട് പലപ്പോഴും പറയാറുണ്ട്, നിന്റെ ചെരുപ്പ് അഴിക്കണം, നിന്റെ വസ്ത്രം അഴിക്കണം, നീ നിന്റെ ഹൃദയത്തെ കീറണം. വസ്ത്രം കീറിയാ പോരാ, ഹൃദയത്തെ കീറണം. നമ്മൾ വസ്ത്രത്തെ കീറുന്നവരായിട്ട് മാറി, നമ്മൾ ചെരുപ്പഴിക്കുന്നവരായിട്ട് മാറി, നമ്മൾ നമ്മുടെ ബാഹ്യ കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നവരായിട്ട് മാറി. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതം അതുവഴിയാ പോകുന്നത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന്റെ കാര്യങ്ങളല്ല വേണ്ടത്, നിങ്ങളുടെ വസ്ത്രം കീറുകയല്ല വേണ്ടത്, നിങ്ങളുടെ ഹൃദയം കീറണം. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഹൃദയമാണ്. എനിക്ക് നിങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത്ഭുതങ്ങളും അടയാളങ്ങളും വിഷനും സംസാരവും ദൈവിക ഇടപെടലുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവം വരുന്നുണ്ടെങ്കിൽ അതിന്മേലുള്ള ദൈവ പദ്ധതി എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളെക്കുറിച്ച് പിശാച് ഒരവകാശം പറയാതിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ നമുക്കിത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇന്നും മോശയ്ക്ക് സംഭവിച്ച അതേ വഴിയിലൂടെ പോവുകയാണ്. നമ്മൾ ദേവാലയത്തേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ ചെരുപ്പെല്ലാം അഴിച്ച് അതിനുള്ളിൽ പ്രവേശിക്കുന്നത്. എന്തുകൊണ്ടാ?
നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. ഒരിക്കൽ പോലും നമ്മളുടെ ഹൃദയം അഴിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ദേവാലയത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ ആ സ്ഥലം വിശുദ്ധമാണെന്ന് അറിഞ്ഞിട്ടിരുന്ന് ചെരുപ്പഴിച്ച് തന്നുള്ളിൽ കയറുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്താതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതേ അവകാശം പിശാച് നാളെ എന്നെയും നിങ്ങളെ കുറിച്ച് പറയാതിരിക്കണമെങ്കിൽ കർത്താവ് ഇന്ന് വചനത്തിന്റെ വലിയൊരു സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തില് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റി നിർത്താതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും മാനസാന്തരവും നമുക്ക് ആവശ്യമാണ്. തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ദൈവസന്നിധിയിൽ യഥാർത്ഥ അനുതാപത്തോടെ വേദനയോടെ കർത്താവിനോട് പറയണം, ദൈവമേ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അതിൽ നിന്ന് നിരപ്പ് പ്രാപിച്ച് പിന്നീട് അങ്ങോട്ട് ഹെനോക്കിനെ പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം നയിക്കാൻ തയ്യാറാണെങ്കിൽ പിശാചിന് അവകാശം പറയാൻ അവസരം ലഭിക്കത്തില്ല. അല്ലെങ്കിൽ മിഖായേൽ മാലാഖയുടെ മുമ്പിൽ മോശയുടെ ശരീരത്തെ ചൊല്ലി അവകാശം പറഞ്ഞതുപോലെ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവസന്നിധിയിൽ അവകാശം പറയാൻ പിശാചിന് നമ്മൾ അവസരം ഒരുക്കി കൊടുക്കും.